നമ്മൾ പറഞ്ഞത് ലോവർ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 500 മുതൽ 800 കെൽവിൻ വരെ അല്ലേ. ഈ 500 മുതൽ 800 കെൽവിൻ വരെയുള്ള ഇതിൽ നടക്കുന്ന റിയാക്ഷൻസ് ഒന്ന് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആവും. രണ്ടാമത്തെ Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Fe3O4 ആവും. മൂന്നാമത്തത് Fe3O4 കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Fe ആവും. അടുത്തത് Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ FeO ആവും. Fe2O3 ആണ് കാർബൺ മോണോക്സൈഡുമായി റിയാക്ട് ചെയ്ത് എന്തായി മാറും? FeO ആയി മാറും. അപ്പോൾ റിയാക്ഷൻസ് 1 by 1 പറഞ്ഞേ. CaCO3 gives CaO plus CO2 ലോവർ ടെമ്പറേച്ചർ റേഞ്ച്. പിന്നെ Fe2O3 പ്ലസ് CO gives Fe3O4 പ്ലസ് CO2 അല്ലേ. പിന്നെ Fe2O3 പ്ലസ് Fe3O4 പ്ലസ് CO gives Fe പ്ലസ് CO2. പിന്നെ അടുത്ത Fe2O3 പ്ലസ് CO gives FeO പ്ലസ് CO2. അപ്പോൾ അതിൻ്റെ അർത്ഥം ലോവർ ടെമ്പറേച്ചർ റേഞ്ചിൽ വെച്ചിട്ട് Fe2O3 റെഡ്യൂസ് ചെയ്യുന്നില്ല. ക്ലിയർ ആയില്ലേ? Fe2O3 Fe3O4 ആയി മാറുന്നുണ്ട്. പിന്നെ ഓൾറെഡി Fe3O4 ഉണ്ട്. ആ Fe3O4 എന്തായി മാറും? Fe ആയി മാറും. പക്ഷേ അതേസമയത്ത് എല്ലാ Fe2O3 Fe3O4 ആവില്ല. ആ Fe2O3 എന്ത് ചെയ്യും? പിന്നെ കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് FeO ആയി മാറും. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് പിന്നെ ലൈം സ്റ്റോൺ ഡീകമ്പോസ് എന്ന് പറഞ്ഞില്ലേ. ഇനി എന്ത് ചെയ്യും? അടുത്തത് 900 to 1500 കെൽവിനാണ് അല്ലേ. 900 മുതൽ 1500 കെൽവിൻ വരെ, അതായത് ഹയർ ടെമ്പറേച്ചർ റേഞ്ചാണ്. ഹയർ ടെമ്പറേച്ചർ റേഞ്ച് അവിടെ വെച്ചിട്ട് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ആവും. C plus CO2 gives CO. ഉണ്ടല്ലേ? അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ആവുന്ന റിയാക്ഷനാണ് ഏത്? ആ ഹയർ ടെമ്പറേച്ചർ റേഞ്ചിൽ നടക്കുന്നത് 900 മുതൽ 1500 കെൽവിൻ വരെ. പിന്നെ FeO ഇല്ലേ, FeO, ആ FeO ഉണ്ടായത് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് Fe ആയി മാറും. മനസ്സിലായോ? FeO കാർബൺ മോണോക്സൈഡുമായി റിയാക്ട് ചെയ്ത് Fe ആയി മാറും. എന്നാൽ അവിടെ FeO എന്നില്ല, E മാത്രമേ ഉള്ളൂ. അത് FeO എന്നാക്കുക. FeO കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം Feയും കാർബൺ മോണോക്സൈഡും ആവുന്നുണ്ട്. FeO കാർബൺ മോണോക്സൈഡ് അറിയുമ്പോൾ Fe പ്ലസ് CO2 ആവുന്നുണ്ട്. അതേപോലെ തന്നെ FeO കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്തായി മാറുന്നുണ്ട്? Fe പ്ലസ് CO ആയി മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 റിയാക്ഷൻ ശ്രദ്ധിക്കുക. 3 റിയാക്ഷൻ. C പ്ലസ് CO2 gives CO, അതാണ് ഒരു റിയാക്ഷൻ. രണ്ടാമത്തെ FeO പ്ലസ് CO gives Fe പ്ലസ് CO2. മൂന്നാമത്തത് FeO പ്ലസ് C gives Fe പ്ലസ് CO. FeO പ്ലസ് C gives Fe പ്ലസ് CO. ക്ലിയർ ആയില്ലേ? അപ്പോൾ 900 to 1500 കെൽവിൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഹയർ ടെമ്പറേച്ചർ റേഞ്ചിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്ന് പറഞ്ഞേ. ഒന്ന് പറയൂ. ഒന്ന് പിന്നെ കാർബൺ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ്സ് കാർബൺ മോണോക്സൈഡ്. പഠിച്ചോ? 2 FeO പ്ലസ് CO ഗീവ്സ് Fe പ്ലസ് CO2. 3 FeO പ്ലസ് C ഗീവ്സ് Fe പ്ലസ് CO. പഠിച്ചില്ലേ? ഇനി പിന്നെ ആ FeO ഗീവ്സ് Fe പ്ലസ് HAFO2, C പ്ലസ് HAFO2 ഗീവ്സ് CO. ഇത് രണ്ടും കൂടെ കപ്പിൾ ചെയ്താലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ കിട്ടല്. ഏത്? FeO പ്ലസ് C ഗീവ്സ് Fe പ്ലസ് CO കിട്ടല് കേട്ടോ. FeO പ്ലസ് C ഗീവ്സ് Fe പ്ലസ് CO എന്നുള്ളത് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ച 2 റിയാക്ഷൻ കൂടെ കപ്പിൾ ചെയ്താൽ കിട്ടും. ഓക്കെ. ഇനി കാർബൺ ആസ് എ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഏത്? അയണിൻ്റെ മെറ്റലർജിയിൽ കാർബൺ ഒരു റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഐഡിയ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക. C പ്ലസ് O2 gives CO2. 3 ഇക്വേഷൻസ് ഞാൻ പരിചയപ്പെടുത്തരാം. C സോളിഡ് പ്ലസ് O2 ഗ്യാസ് gives CO2 ഗ്യാസ്. ഇവിടെ 1 മോൾ ഗ്യാസ്, ഇവിടെ 1 മോൾ ഗ്യാസ്. അപ്പോൾ 2 തുല്യമല്ലേ? അപ്പോൾ Δn 0. അപ്പോൾ അടുത്ത് C സോളിഡ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് gives ഏത്? CO ഗ്യാസ്. ഈ റിയാക്ഷനിൽ ഇവിടെ ഗ്യാസ്, ഇവിടെ ഹാഫ് O2 ഗ്യാസാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ കൂടുതലാണ്. ആ Δn പോസിറ്റീവാണ്. അടുത്തത് CO ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് ഗീവ്സ് ചെയ്ത് CO2 ഗ്യാസ്. ഈ റിയാക്ഷൻ്റെ പ്രത്യേകത ഇപ്പുറത്താണ് ഗ്യാസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാർബൺ മോണോക്സൈഡും ഓക്സൈഡും കൂടെ ചേർത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ കണ്ടോ? നേരെ താഴോട്ട് ആ ഡയഗ്രാമിലേക്ക് നേരെ താഴോട്ട് വരുന്നുണ്ടോ? ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നേരെ താഴോട്ട് വരുന്നുണ്ടോ? ക്ലിയർ? ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവും. എന്നാൽ നേരെ പോകുന്നുണ്ട് ഏകദേശം. അതേതായിരിക്കും? വ്യത്യാസം ഇല്ലാത്ത. ഇതിൽ 1 മോൾ ഗ്യാസ്, ഇതൊരു മോൾ ഗ്യാസ്, വ്യത്യാസം ഇല്ലാത്ത ഉണ്ടോ?
അതായത് സി കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആകുന്ന റിയാക്ഷനാണ് ഇത്. എന്നാൽ അടുത്ത റിയാക്ഷൻ കണ്ടോ, ഏത് CO പ്ലസ് HAFO2 gives CO2. CO പ്ലസ് HAFO2 gives CO2 എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ പോകുന്നുണ്ടാവും, ഇങ്ങനെ പോകുന്നുണ്ടാവും. കണ്ടോന്ന്, C പ്ലസ് O2 gives CO2. CO പ്ലസ് HAFO2 gives CO2. കാരണം അതിൻ്റെ ഡെൽറ്റ എൻ നെഗറ്റീവാണ്. ക്ലിയർ ആയോ? ഡെൽറ്റ എൻ നെഗറ്റീവ് ആകുമ്പോൾ നേരെ താഴോട്ട് വരും. CO പ്ലസ് HAFO2 gives CO2 അല്ലേ? ഓക്കെ, CO പ്ലസ് HAFO2 gives CO2 നേരെ താഴോട്ട് വരും. ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ടോ? അതിൻ്റെ ഡെൽറ്റ നെഗറ്റീവാണ്. മറ്റേത് ഏത്, ഇത് നേരെ മുകളിലോട്ട് ഇങ്ങനെ പോകും അല്ലേ? ഞാൻ പറഞ്ഞ് മാറിപ്പോയവർക്ക് ഓർമ്മയില്ല. C പ്ലസ് O2 gives CO2 നേരെ ഇങ്ങനെ പോകും. അതേസമയത്ത് C പ്ലസ് O2 gives CO2 നേരെ ഇങ്ങനെ പോകും. ഉണ്ടോ? ഇങ്ങനെ ഇത് നേരെ മുകളിലോട്ട് പോകും. ഇത് നേരെ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. ഇനി CO പ്ലസ് HAFO2 gives CO2 നേരെ താഴോട്ട് വരും. ഇങ്ങനെ 3 റിയാക്ഷൻസ് ആണ്. അപ്പോൾ 800 ഡിഗ്രി സെൽഷ്യസ് കണ്ടോ, 800 ഡിഗ്രി സെൽഷ്യസ് ഗ്രാഫിൽ, ആ 800 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ ഏതൊക്കെ ഗ്രാഫാണ്? 800 ഡിഗ്രി സെൽഷ്യസിലാണ് അത് മീറ്റ് ചെയ്തിട്ടുള്ളത്. ആ 800 ഡിഗ്രി സെൽഷ്യസിൽ ആ 3 ഗ്രാഫും മീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് അല്ലേ? ആ 800 ഡിഗ്രി സെൽഷ്യസ് താഴെ ഏറ്റവും താഴെ ഗ്രാഫ് വരുന്നത് ഏതാണ്? താഴെ ഗ്രാഫ് വരുന്നത് ഒന്ന് കാർബൺ മോണോക്സൈഡ് പ്ലസ് O2 gives കാർബൺ ഡയോക്സൈഡ് അല്ലേ? താഴോട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 800 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജൻറ്റ് കാർബൺ മോണോക്സൈഡ് ആണ്. കണ്ടില്ലേ? എന്നാൽ 800 ഡിഗ്രി സെൽഷ്യസിൽ മുകളിൽ കാർബൺ ആണ് നല്ല റെഡ്യൂസിങ് ഏജൻറ്റ്. കാരണം ആ 2 ഗ്രാഫാണ് താഴെയുള്ളത്. കാർബൺ മോണോക്സൈഡിൻ്റെ ഗ്രാഫ് നേരെ അതിന് മുകളിലാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ എന്താണ്? ബിലോ 800 ഡിഗ്രി സെൽഷ്യസ് കാർബൺ മോണോക്സൈഡ് ഈസ് ദി ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ്. കേട്ടില്ലേ? അതിന് കാരണം ആ കാർബൺ മോണോക്സൈഡിൻ്റെ ഗ്രാഫ് താഴെ ആയതുകൊണ്ട്. എബോ 800 ഡിഗ്രി സെൽഷ്യസ് എന്താണ്? എബോ 800 ഡിഗ്രി സെൽഷ്യസ് കാർബൺ ഈസ് ദി ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ്. കേട്ടോ, കാർബൺ ഈസ് ദി ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ്. അതിൽ ടെമ്പറേച്ചർ കൂടുന്തോറും C പ്ലസ് O2 gives CO റിയാക്ഷൻ ആണ് നടക്കൽ. C പ്ലസ് O2 കാർബൺ റെഡ്യൂസിങ് ഏജൻറ്റായി മാറുമ്പോൾ പിന്നെ കാർബൺ മോണോക്സൈഡ് കിട്ടുന്ന റിയാക്ഷൻ നടക്കൽ. കേട്ടോ, ടെമ്പറേച്ചർ കൂടുന്തോറും കാർബൺ മോണോക്സൈഡ് ആവുന്ന റിയാക്ഷനാണ് നടക്കുക. കാരണം അതല്ലേ താഴോട്ട് പോകുന്നു, ഏറ്റവും താഴെ. ക്ലിയർ ആയോ? ഇതാണ് അയണിൻ്റെ മെറ്റലർജി. അപ്പോൾ അയണിൻ്റെ മെറ്റലർജിയിൽ റെഡ്യൂസിങ് അതിൻ്റെ ഐഡിയ ക്ലിയർ ആയോ? കാർബൺ മോണോക്സൈഡ് അതായത് ലോവർ ടെമ്പറേച്ചറിലാണെങ്കിൽ ടെമ്പറേച്ചർ റേഞ്ചിൽ കാർബൺ മോണോക്സൈഡ് ആണ് നല്ല റെഡ്യൂസിങ് ഏജൻറ്റ്. ഹയർ ടെമ്പറേച്ചർ റേഞ്ചിൽ കാർബൺ ആണ് നല്ല റെഡ്യൂസിങ് ഏജൻറ്റ്. ഏറ്റവും ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ കാർബൺ ടു കാർബൺ മോണോക്സൈഡ് ആവുന്ന റിയാക്ഷൻ നടക്കൽ. കിട്ടുമോ? മനസ്സിലായോ? ഏറ്റവും ഹൈ ടെമ്പറേച്ചറിൽ കാർബൺ ടു കാർബൺ മോണോക്സൈഡ് ആവുന്ന റിയാക്ഷൻ നടക്കും. ഇതാണ് ഐഡിയ. ക്ലിയർ ആയല്ലോ? ഇനി അങ്ങനെ കിട്ടിയ അയൺ നമ്മൾ പിഗ് അയൺ എന്ന് പറയും. എന്താ പറയുക? ഈ പിന്നെ ഇത് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് അയൺ നിർമ്മിച്ചാൽ ആ അയണിനെ എന്ന് വിളിക്കുക പിഗ് അയൺ. ആ പിഗ് അയണിൽ 4% കാർബൺ ഉണ്ടാവും. ഇനി അതിന് നമ്മൾ ആ പിഗ് അയണിനെ പിന്നെ കാസ്റ്റ് അയണാക്കി മാറ്റും. മനസ്സിലായോ? കാസ്റ്റ് അയണാക്കി മാറ്റും. കാസ്റ്റ് അയൺ പിന്നെ ഈസ് ഡിഫറെൻറ്റ് ഫ്രം പിഗ് അയൺ അല്ലേ? ഈസ് മെയ്ഡ് ബൈ മെൽറ്റിംഗ് പിഗ് അയൺ വിത്ത് സ്ക്രാപ്പ് അയൺ ആൻഡ് കോക്ക്. ഓക്കെ, യൂസിങ് ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ. കണ്ടില്ലേ ആ സെൻറ്റൻസ്? അതായത് പിഗ് അയൺ മെൽറ്റ് ചെയ്തിട്ട് അതിൽ സ്ക്രാപ്പ് അയൺ ചേർക്കും, അതുപോലെ തന്നെ കോക്കും ചേർക്കും. മനസ്സിലായോ? എയർ പാസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഏതുണ്ടാക്കുന്നത്? കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ ആണെങ്കിൽ അതിൽ 3% കാർബൺ ഉണ്ടാവും. 3% കാർബൺ ഉണ്ടാവും. കിട്ടുന്നേ? ഓക്കെ, കാസ്റ്റ് അയൺ പിന്നെ എന്താണ്? ബ്രിട്ടിലാണ്. കേട്ടോ, ബ്രിട്ടിലാണ്. ഓക്കെ, അതേസമയത്ത് കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള അയണാണ് റോട്ട് അയൺ. റോട്ട് അയൺ ഈ കാസ്റ്റ് അയണിൽ നിന്നാണ് റോട്ട് അയൺ ഉണ്ടാക്കുന്നത്. റോട്ട് അയണിൽ ഏകദേശം 0.05% താഴെയായിട്ട് ഏതുണ്ടാവുള്ളൂ? കാർബൺ ഉണ്ടാവും. ഇത് നോട്ടിൽ എഴുതിയിട്ടില്ല, വേണമെങ്കിൽ എഴുതി വെച്ചോ. 0.05%, ലെസ് ദാൻ 0.05% ആണ് കാർബൺ ഉണ്ടാവല്. കേട്ടോ? ഓക്കെ, റോട്ട് അയൺ അതാണ് കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള മാല്യബിൾ അയൺ. കേട്ടോ, പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയും. ഓക്കെ, പ്രിപ്പയർഡ് ഫ്രം കാസ്റ്റ് അയൺ ബൈ ഓക്സിഡൈസിങ് ഇമ്പ്യൂരിറ്റീസ് ഇൻ എ റിവർബറേറ്ററി ഫർണസ് ലൈൻഡ് വിത്ത് ഹീമറ്റൈറ്റ്. കേട്ടില്ലേ? അതിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്നു? റിവർബറേറ്ററി ഫർണസ് ഉപയോഗിച്ചിട്ട് ഫർണസിൽ ഓക്സിഡൈസ് ചെയ്തിട്ട് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നു. കേട്ടോ? അതിന് ഹിമറ്റൈറ്റിൻ്റെ ലൈനിങ് ഉണ്ടാവും. ആ റിവർബറേറ്ററി ഫർണസിന് ഹിമറ്റൈറ്റിൻ്റെ ലൈനിങ് ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ ശ്രദ്ധിക്കാം.
ഹിമറ്റൈറ്റ് കാർബണിനെ കാർബൺ മോണോക്സൈഡായിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഹിമറ്റൈറ്റ് കാർബണിനെ കാർബൺ മോണോക്സൈഡായിട്ട് ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ കാർബണിൻ്റെ കണ്ടൻറ്റ് കുറയും കേട്ടോ. ഹിമറ്റൈറ്റ് ഓക്സിഡൈസ് കാർബൺ ടു കാർബൺ മോണോക്സൈഡ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏതിൻ്റെ കണ്ടൻറ്റ് കുറയും? കാർബണിൻ്റെ കണ്ടൻറ്റ് കുറയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ Fe2O3 പ്ലസ് സി ഗീവ്സ് Fe പ്ലസ് CO. അപ്പോൾ എങ്ങനെയാണ് മാലിയബിൾ അയൺ അല്ലെങ്കിൽ റോട്ട് അയൺ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഉണ്ടാക്കുന്നത്? റിവർബറേറ്ററി ഫർണസിൽ വെച്ചിട്ട് ഇതിനെ ഓക്സിഡൈസ് ചെയ്യുക, ഇതിൻ്റെ ഇമ്പ്യൂരിറ്റീസിനെ ഓക്സിഡൈസ് ചെയ്യുക, ഹോട്ട് എയർ ബ്ലാസ്റ്റ് പാസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഏത് പിന്നെ റിവർബറേറ്ററി ഫർണസിൻ്റെ ലൈനിങ് ആയിട്ട് ഏത് ഉപയോഗിക്കും? ഹിമറ്റൈറ്റ് ഉപയോഗിക്കും. ഹിമറ്റൈറ്റ് അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന 3% കാർബൺ ഇല്ലേ, ആ കാർബണിനെ കുറേയൊക്കെ എന്തായിട്ട് മാറ്റും? മിക്കവാറും കാർബണിനെ കാർബൺ മോണോക്സൈഡ് ആക്കി മാറ്റും. അതേസമയത്ത് 0.05% കുറവേ കാർബൺ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അടുത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ ഫ്രം കുപ്രസ് ഓക്സൈഡ്. അതില്ലേ കോപ്പർ 1 ഓക്സൈഡ്, കുപ്രസ് ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കുപ്രസ് ഓക്സൈഡിന് ആദ്യം ഏത് പിന്നെ കോക്കും അതുപോലെ തന്നെ ഈ കുപ്രൈറ്റോർ അല്ലേ പറയലേ, പിന്നെ അത് രണ്ടും കൂടെ മിക്സ് ആക്കും. മനസ്സിലായോ? എന്നിട്ട് പിന്നെ എന്ത് സംഭവിക്കും? യെസ്, പിന്നെ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് തന്നെ അറിയാലോ ഗ്രാഫിൽ കോപ്പറിൻ്റെ ഗ്രാഫ് ഏറ്റവും മേലെയാണ്. അതുകൊണ്ട് കാർബൺ ഏത് രൂപത്തിലേക്ക് ആയിട്ടും ഇത് കാർബൺ ആയാലും കാർബൺ മോണോക്സൈഡ് ആയാലും റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ. മനസ്സിലായോ? യെസ്, ആക്ച്വൽ പ്രാക്ടീസിൽ സൾഫൈഡ് ഓറിൽ നിന്നാണ് കോപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സൾഫൈഡ് ഓറിനെ റോസ്റ്റിംഗ് നടത്തിയിട്ട് അതിനെ ഓക്സൈഡാക്കി മാറ്റും. മനസ്സിലായോ? സൾഫൈഡ് ഓറിനെ എന്ത് ചെയ്യും? റോസ്റ്റിംഗ് നടത്തി Cu2S ആണെങ്കിൽ അതിനെ റോസ്റ്റിംഗ് നടത്തിയിട്ട് നേരെ എന്താക്കി മാറ്റും? Cu2O ആണെങ്കിൽ നേരെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. Cu2S ആണെങ്കിൽ അതിനെ റോസ്റ്റിംഗ് നടത്തിയിട്ട് Cu2 ആക്കും. ആ Cu2O എന്ത് ചെയ്യും? കാർബൺ ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റാം? കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റാം. Cu2O പ്ലസ് സി ഗീവ്സ് Cu പ്ലസ് എന്താവും? CO2 ആയി മാറും. Cu പ്ലസ് CO ആയി മാറും കേട്ടോ. Cu പ്ലസ് CO, കാരണം കുറച്ച് കൂടുതൽ ടെമ്പറേച്ചർ അല്ലേ. ഏറ്റവും ലോവർ ടെമ്പറേച്ചറിലാണ് കാർബൺ മോണോക്സൈഡ് പിന്നെ റെഡ്യൂസിങ് ഏജൻ്റ് ആവുന്നത്. ഇത് കാർബൺ ഡയോക്സൈഡ് ആവുന്നതാണ് നടക്കുക. മനസ്സിലായോ? കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ആവുന്നതാണ് നടക്കുക. ഓക്കെ, അപ്പോൾ Cu പ്ലസ് CO. ക്ലിയർ ആയില്ലേ? അപ്പോൾ Cu2O പ്ലസ് കാർബൺ ഗീവ്സ് Cu പ്ലസ് CO ആവും. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? എങ്ങനെ മനസ്സിലായി? ഗ്രാഫിൽ ഏറ്റവും മുകളിലാണ് കോപ്പറിൻ്റെ ഗ്രാഫ് മുകളിലായതുകൊണ്ട് താഴെയാണ് കാർബണിൻ്റെ ഗ്രാഫ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ആവുന്നതും കാർബൺ ഡയോക്സൈഡ് ആവുന്നതും കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ആവുന്ന ഗ്രാഫൊക്കെ താഴെയാണ്. അതുകൊണ്ട് ഇതെല്ലാം നല്ല റെഡ്യൂസിങ് ഏജൻ്റാണ്. Cu2S ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ Cu2Sനെ നമ്മൾ ആദ്യം റോസ്റ്റിംഗ് നടത്തിയിട്ട് Cu2 ആക്കി മാറ്റുക, എന്നിട്ട് കാർബൺ ഉപയോഗിച്ചിട്ട് റെഡ്യൂസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇനി ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ദി ഓർ ഈസ് ഹീറ്റഡ് ഇൻ എ റിവർബറേറ്ററി ഫർണസ് കേട്ടോ. യെസ്, റിവർബറേറ്ററി ഫർണസ് ആഫ്റ്റർ മെൽറ്റിംഗ് വിത്ത് സിലിക്ക ചേർത്തിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം റിവർബറേറ്ററി ഫർണസിലാണ് ഇത് ഉണ്ടാക്കൽ. അതിനുവേണ്ടി നമ്മൾ കോപ്പർ പൈറൈറ്റീസ് എടുക്കൽ. എന്തെടുക്കുക? കോപ്പർ പൈറൈറ്റീസ് എടുക്കുക. അപ്പോൾ ആ കോപ്പർ പൈറൈറ്റീസ് എന്ന് പറഞ്ഞാൽ CuFeS2 ആണ്. അപ്പോൾ റിവർബറേറ്ററി ഫർണസിൽ എന്ത് ചെയ്യും പറ? കോപ്പർ പൈറൈറ്റീസ് സിലിക്ക ചേർത്തിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ മേറ്റ് ഉണ്ടാവും. എന്തുണ്ടാവുക? കോപ്പർ മേറ്റ് ഉണ്ടാവും. കോപ്പർ മേറ്റ് എന്ന് പറഞ്ഞാൽ Cu2Sഉം FeSഉം ആണ്. കോപ്പർ മേറ്റ് കണ്ടെയ്ൻസ് ഏതൊക്കെയാണ്? Cu2Sഉം FeSഉം. എന്നിട്ട് ആ കോപ്പർ മേറ്റ് അല്ലേ Cu2S FeS കണ്ടില്ലേ? അപ്പോൾ അവിടെ പിന്നെ ഓക്സിജൻ പാസ് ചെയ്യുമ്പോൾ, അതായത് റോസ്റ്റിംഗ് നടത്തുമ്പോൾ അതിലുള്ള FeS FeO ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. FeS എന്തായി മാറും? FeO ആയി മാറും. ആ FeO SiO2മായി റിയാക്ട് ചെയ്യുമ്പോൾ FeSiO3 എന്ന സ്ലാഗ് ഉണ്ടാവും. ആ FeO SiO2മായി റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? FeSiO3 സ്ലാഗ് ഉണ്ടാവും. ക്ലിയർ ആയോ? ഇനി ആ കോപ്പർ മേറ്റ് സിലിക്ക ലൈനിങ് ഉള്ള ഒരു കൺവേർട്ടറിലേക്ക് എടുക്കും. ഏതെടുക്കും? കോപ്പർ മേറ്റ്. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ ഹോട്ട് എയർ പാസ് ചെയ്യും. ഓക്കെ, കോപ്പർ മേറ്റ് എന്ന് പറഞ്ഞാൽ Cu2S FeS ഉള്ളത് അത് പിന്നെ സിലിക്ക ലൈനിങ് ഉള്ള ഒരു കൺവേർട്ടറിലേക്ക് എടുത്തിട്ട് ഹോട്ട് എയർ പാസ് ചെയ്യും. അപ്പോൾ നടക്കുന്ന റിയാക്ഷൻസ് ആണ് എന്തൊക്കെ? FeS O2മായി റിയാക്ട് ചെയ്യുമ്പോൾ FeO ആയി മാറും, FeOയും SO2 ആയി മാറും. ദെൻ FeO SiO2മായി റിയാക്ട് ചെയ്യും FeSiO3 ആവും. Cu2S O2മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Cu2O ആയും. എന്നിട്ട് ആ Cu2Oയും Cu2Sഉം കൂടെ റിയാക്ട് ചെയ്തിട്ട് Cu ആയി മാറും. അത് സെൽഫ് റിഡക്ഷൻ എന്ന് പറയും. എന്താ പറയുക? Cu2O പ്ലസ് Cu2S ഗീവ്സ് Cu എന്ന് കണ്ടു നിങ്ങൾ ഇക്വേഷൻ, പ്ലസ് SO2. ഇതിന് നമ്മൾ സെൽഫ് റിഡക്ഷൻ, ആ പ്രോസസ്സിൻ്റെ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ സെൽഫ് റിഡക്ഷൻ കേട്ടോ. ക്ലിയർ ആയോ? അപ്പോൾ എന്തൊക്കെയാണ്? കോപ്പർ മേറ്റിൽ നിന്ന്
കോപ്പർ മേറ്റ് ഒരു കൺവേർട്ടറിലേക്ക് എടുത്തിട്ട് സിലിക്ക ലൈനിങ് ഉള്ള ഒരു കൺവേർട്ടറിലേക്ക് എടുത്തിട്ട് അതിനെ പിന്നെ മെൽറ്റ് ചെയ്തതിന് ശേഷം എയർ പാസ് ചെയ്യുമ്പം എന്തൊക്കെയാണ് റിയാക്ഷൻ നടക്കുന്നത്? FeO ആയി മാറും. ആ പിന്നെ അല്ലേ FeO SiO2മായി റിയാക്ട് ചെയ്യുമ്പോൾ FeSiO3 ആവും. അത് സ്ലാഗ് ആയിട്ട് പോയി. പിന്നെ Cu2S O2മായി റിയാക്ട് ചെയ്യുമ്പോൾ Cu2O + SO2 ആവും. പിന്നെ Cu2S കൂടെ രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് Cu ഉണ്ടാവും. മനസ്സിലായോ? അതാണ് സെൽഫ് റിഡക്ഷൻ. ക്ലിയർ ആയോ? ബാലൻസിങ് ഒന്നും പഠിക്കണ്ട. Cu2S + Cu2O gives Cu + ഏത് SO2. ക്ലിയർ ആയോ? ഈ സൾഫർ ഡൈ ഓക്സൈഡ് ഇത് ഇനി കോപ്പർ സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് ഈ സൾഫർ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത ഒരു പാടുണ്ടാവും. ആ സൾഫർ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യുന്നത് ഒരു ബ്ലിസ്റ്റർ പോലെ കാണും കേട്ടോ, ഒരു ഷൈനിങ് ആയിട്ടുള്ള പോലെ കാണും. അതാണ് ഇത് ബ്ലിസ്റ്റർ കോപ്പർ എന്നതിന് വിളിക്കുന്ന പേര് ബ്ലിസ്റ്റർ കോപ്പർ. എന്തുകൊണ്ടാണ് ബ്ലിസ്റ്റർ കോപ്പർ ആ പേര് വരുന്നത് വെച്ചാൽ ഡ്യൂ ടു ദി ഇവല്യൂഷൻ ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് കേട്ടോ. ഓക്കെ, ഡ്യൂ ടു ദി എവല്യൂഷൻ ഓഫ് ഏത് സൾഫർ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക് ഫ്രം സിങ്ക് ഓക്സൈഡ്. അതൊന്നുമില്ല, സിങ്ക് ഓക്സൈഡ് ഇല്ലേ, സിങ്ക് ഓക്സൈഡ് അതുപോലെ കോക്കും ക്ലേയും ചേർത്തിട്ട് ഒരു ഇതിന് പറയുന്ന പേരാണ് ഇത് ബ്രിക്കറ്റ്സ് ഉണ്ടാക്കും. ബ്രിക്കറ്റ്സ് പോലത്തെ സാധനം മനസ്സിലായോ? അപ്പോൾ ഒരു ഗ്ലോബ്യൂൾ പോലെ ടൈപ്പ് സാധനം ഉണ്ടാക്കും. ഏതൊക്കെ ചേർത്തിട്ട്? ക്ലേയും കോക്കും സിങ്ക് ഓക്സൈഡും ചേർത്തിട്ട്. എന്നിട്ട് അത് മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിക്കും? ആ കാർബൺ ഉപയോഗിച്ചുള്ള റിഡക്ഷൻ ആയതുകൊണ്ട് തന്നെ സ്മെൽറ്റിംഗ് എന്ന് പറയും. സ്മെൽറ്റിംഗ് നടക്കും. അതായത് സിങ്ക് ഓക്സൈഡ് കാർബണുമായി റിയാക്ട് ചെയ്യുമ്പോൾ സിങ്കും കാർബൺ മോണോക്സൈഡ് ആവും. കോപ്പർ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി ഹൈ ടെമ്പറേച്ചറിൽ ഇത് എന്ത് ചെയ്യണം? ചൂടാക്കണം കേട്ടോ. കോപ്പറിനേക്കാൾ കുറച്ച് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കണം. ഏത് പിന്നെ സിങ്കിൻ്റെ സ്മെൽറ്റിംഗ് പ്രോസസ്. സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാർബൺ ഉപയോഗിച്ചുള്ള റിഡക്ഷൻ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്മെൽറ്റിംഗ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആകെ ഒരു ഇക്വേഷൻ ഉള്ളൂ, സെരനോ പ്ലസ് സി ഗീവ്സ് സെരൻ പ്ലസ് CO. ഇനി ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റലർജി. നമുക്ക് ആകെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു എക്സ്ട്രാക്ഷന് മാത്രം ഹാൾ ഹെറോൾട്ട് പ്രോസസ്സേ നമുക്ക് പഠിക്കാനുള്ളൂ. ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് കേട്ടില്ലേ? അതിൽ വേറെ എന്തൊക്കെയോ പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പഠിക്കാനില്ല. ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് ഒന്നുമില്ല. പിന്നെ ഒരു അയൺ സ്റ്റീലിൻ്റെ കാർബൺ ലൈനിങ് ഉള്ള സ്റ്റീൽ കാഥോഡായിട്ടും പിന്നെ അതേപോലെ തന്നെ ഏത് ഗ്രാഫൈറ്റ് ആനോഡ് ഉപയോഗിച്ചിട്ട് മോൾട്ടൺ അലൂമിനിയം Al2O3 മോൾട്ടൺ അലൂമിനിയിലേക്ക് ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ Na3Al(F6) അല്ലെങ്കിൽ കാൽസ്യം ഫ്ലൂറൈഡ്. ക്രയോലൈറ്റ് അല്ലെങ്കിൽ കാൽസ്യം ഫ്ലൂറൈഡ് അലൂമിന Al2O3യിലേക്ക് ചേർത്തതിന് ശേഷം അത് എന്ത് ചെയ്യുക? മെൽറ്റ് ചെയ്യിക്കുക. മനസ്സിലായോ? മെൽറ്റ് ചെയ്യിക്കുക. എന്നിട്ട് ആ മെൽറ്റ് ചെയ്ത മിക്സറിനെ ഇലക്ട്രോളൈസ് ചെയ്യുക. ഏത് ഉപയോഗിച്ചിട്ട്? സ്റ്റീൽ വിത്ത് കാർബൺ ലൈനിങ് ആസ് കാഥോഡ് ആൻഡ് പിന്നെയോ ഗ്രാഫൈറ്റ് ആനോഡ്. അപ്പോൾ നടക്കുന്ന റിയാക്ഷൻ Al2O3 കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അലൂമിനിയം കാർബൺ ഡൈ ഓക്സൈഡ് ആവും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സിൽ ആ റിയാക്ഷൻ നടക്കുന്ന ഇങ്ങനെയാണ്. Al3++ 3 ഇലക്ട്രോൺ ഗീവ്സ് Al. C+O2- ഗീവ്സ് ഏത്? CO +2 ഇലക്ട്രോൺ. C+O2- ഗീവ്സ് CO2+4 ഇലക്ട്രോൺ. ഇങ്ങനെ റിയാക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോളിസ് നടക്കുമ്പോൾ അങ്ങനെ റിയാക്ഷൻ നടക്കൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കാർബൺ ആനോഡിൻ്റെ കുറേ ചെറിയ പീസാണ് ഈ ഇലക്ട്രോലൈറ്റിൽ ഇമേഴ്സ് ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഈ ഇലക്ട്രോളിസ് നടക്കുമ്പോൾ കാർബൺ കത്തിയിട്ട് എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ആയി മാറുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കിലോഗ്രാം അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഇക്വേഷൻ പ്രകാരം ഒരു 1/2 കിലോ കാർബൺ കത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കാർബൺ ആനോഡ് ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഗ്രാഫൈറ്റ് ആനോഡ് ഈ അലൂമിനിയത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിനിടയിൽ ആനോഡുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതിൻ്റെ കാരണം ആ കാർബൺ കത്തുന്നു. പറയുന്നത് ഏകദേശം 1 കിലോഗ്രാം അലൂമിനിയം ഉണ്ടാക്കുമ്പോൾ 1/2 കിലോഗ്രാം കാർബൺ ബേൺഡ് എവേ. മനസ്സിലായോ? കത്തിപ്പോവും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ലോ ഗ്രേഡ് കോപ്പറിൽ നിന്ന് കോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ലോ ഗ്രേഡ് കോപ്പർ ഓറില്ലേ, അതുപോലെ ഈ ലോ ഗ്രേഡ് കോപ്പർ ഓറ് പിന്നെ ലീച്ചിങ് നടത്തും. ഒന്നുകിൽ ആസിഡ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചില ബാക്ടീരിയകൾ ഉപയോഗിക്കും. അങ്ങനെ ലീച്ചിങ് നടത്തും. ആ ലീച്ചിങ് നടത്തി കഴിഞ്ഞാൽ അത് കോപ്പർ 2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് വരും, വെള്ളത്തിലേക്ക് വരും, അതായത് സൊല്യൂഷനായി വരും. ആ ഡിസോൾവ്ഡ് ആയ കോപ്പർ 2+ അയോൺ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യും, അല്ലെങ്കിൽ കാർബൺ. മനസ്സിലായോ? ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പിന്നെ കാർബൺ അല്ല, സ്ക്രാപ്പ് അയൺ. മനസ്സിലായില്ലേ? ഇനോർഗാനിക് ആണ്, പേര് ഏതാണ് നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാൻ പറ്റില്ല. ഹൈഡ്രജൻ അല്ലെങ്കിൽ സ്ക്രാപ്പ് അയൺ ചേർത്തിട്ട് അതിനെന്താക്കി മാറ്റും? മെറ്റലാക്കി മാറ്റും. മനസ്സിലായോ? അപ്പോൾ ഹൗ വിൽ യു പ്രിപ്പയർ കോപ്പർ ഫ്രം ലോ ഗ്രേഡ് കോപ്പർ ഓർ? ആദ്യം ലോ ഗ്രേഡ് കോപ്പർ ഓർ ഈസ് ലീച്ച്ഡ് ബൈ യൂസിങ് ആസിഡ് ഓർ ബാക്ടീരിയ. എന്നിട്ട് അതിനുശേഷം ദി കോപ്പർ 2+ അയോൺ ഈസ്
reduce to copper by passing hydrogen gas or either adding scrap aluminum, scrap iron. കേട്ടോ? Okay, clear equation. Cu2 plus plus H2 gives Cu plus 2H plus. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കാം? അയൺ ചേർത്തിട്ട് Cu2 plus plus Fe gives Cu plus Fe2 plus. ഓക്കെ, ക്ലിയർ? ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് റിഫൈനിങ് ആണ്. അതായത് നല്ല മെറ്റൽ കിട്ടണ്ടേ നമുക്കിപ്പോൾ. മെറ്റൽ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അത് എല്ലാം നല്ല മെറ്റലാവണമെന്നില്ല. അതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് വീണ്ടും ഉണ്ടാവും. ആ മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നതിനെ വിളിക്കൽ റിഫൈനിങ്. മനസ്സിലായല്ലോ. അതിൽ ഒന്നാമത്തെ ഡിസ്റ്റിലേഷനാണ്. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ബോയിലിംഗ് പോയിന്റുള്ള ഏതൊക്കെയാണ് മെറ്റൽസായ സിങ്ക്, അത് മെർക്കുറി, സിങ്ക് മെർക്കുറി പോലുള്ള ലോ മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ ചൂടാവൂലേ? അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ അത് വോളറ്റൈൽ മെറ്റലായി മാറും. ആ വോളറ്റൈൽ മെറ്റൽ തണുപ്പിച്ച മെറ്റൽ കിട്ടും. അതാണ് ഡിസ്റ്റിലേഷൻ. ക്ലിയർ? അപ്പോൾ ഡിസ്റ്റിലേഷനിൽ ഉപയോഗിക്കുന്ന മെറ്റൽസിൻ്റെ പേര് വെച്ചാന്ന് പറയണം, സിങ്കും മെർക്കുറിയും. എന്താ അതിൻ്റെ പ്രത്യേകത? അതിന് ലോ ബോയിലിംഗ് പോയിൻ്റ് ആണ്. ക്ലിയർ? ഇനി അടുത്തത് അടുത്തത് ലിക്വേഷൻ. ഇതാണ് ലിക്വേഷൻ. ലിക്വേഷൻ എന്ന് പറയുന്നതിന് ആ വാക്ക് തന്നെ ഉണ്ട്. എന്താണ്? വേഗത്തിൽ ഏത് ഇമ്പ്യൂരിറ്റീസ് ഇൻ ദിസ് മെത്തേഡ് ദി ഇമ്പ്യൂർ മെറ്റൽ ഈസ് മെയ്ഡ് ടു ആക്ട് ആസ് ഏത് ഇൻ ദിസ് മെത്തേഡ് എന്താണ്? എ ലോ മെൽറ്റിംഗ് മെറ്റൽ ലൈക്ക് ടിൻ ക്യാൻ ബി മെയ്ഡ് ടു ഫ്ലോ ഓൺ എ സ്ലോപ്പിംഗ് ഫർണസ്. മനസ്സിലായോ? അതായത് മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ടിൻ പോലുള്ള മെറ്റലാണ് ഇതിന് ഉപയോഗിക്കല്. എന്നിട്ട് അതിനെ മെൽറ്റ് ചെയ്യിക്കും. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആ സമയത്ത് മെൽറ്റ് ചെയ്യില്ല. മനസ്സിലായത്? അപ്പോൾ ഒരു സ്ലോപ്പിംഗ് ഫർണസിൽ ഏതെടുക്കും? മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ടിൻ മെറ്റൽ പോലുള്ള മെറ്റൽ എടുക്കും. എന്നിട്ട് ആ മെറ്റൽ മെൽറ്റ് ചെയ്യിക്കും. ആ ഇമ്പ്യൂറായ മെറ്റൽ മെൽറ്റ് ചെയ്യിക്കുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ടിൻ മെൽറ്റ് ചെയ്തിട്ട് ഫ്ലോ ചെയ്യും. മനസ്സിലായോ? അതേസമയത്ത് ഇമ്പ്യൂരിറ്റീസ് ആ ഫർണസ് തന്നെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ താഴേക്ക് വരുന്നത് എന്തായിരിക്കും? പ്യുവർ മെറ്റലായിരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അടുത്ത ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ്. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിസ്ട്രി നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇലക്ട്രോളിസിസ് എന്താണ്? പ്യുവർ മെറ്റൽ കാഥോഡും ഇമ്പ്യൂർ മെറ്റൽ ആനോഡായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രോലൈസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോപ്പറാണ് ഉപയോഗിക്കുന്നത്. കോപ്പർ ആണെങ്കിൽ നല്ല കോപ്പറിൻ്റെ ഒരു പീസ് കാഥോഡായിട്ട് ഉപയോഗിക്കും. മോശം കോപ്പർ എന്തായിട്ട് ഉപയോഗിക്കും? ആനോഡായിട്ട് ഉപയോഗിക്കും. പിന്നെ കോപ്പർ സൾഫേറ്റ് ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കും. അപ്പോൾ ആനോഡിൽ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ. ഇപ്പോൾ Cu gives Cu2 plus plus 2 ഇലക്ട്രോൺ. അപ്പോൾ ഇമ്പ്യൂർ ആയ കോപ്പർ എന്ന് കോപ്പർ 2+ ആയിട്ട് പുറത്തേക്ക് വരും. ആ കോപ്പർ 2+ പ്യുവർ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. അത് കാഥോഡിൽ. അപ്പോൾ Cu2 plus plus 2 ഇലക്ട്രോൺ യൂസ് ചെയ്ത് കോപ്പർ. ക്ലിയർ ആയോ? അതാണ് ഏത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിൽ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? പ്യുവർ മെറ്റൽ ആക്ടേഴ്സ് കാഥോഡ് ആൻഡ് ഇമ്പ്യൂർ മെറ്റൽ ആക്ടേഴ്സ് ഏത് ആനോഡ്. എന്നിട്ട് അത് ഇലക്ട്രോലൈസ് ചെയ്യുക യൂസിങ് ആൻ ഇലക്ട്രോലൈറ്റ്. കേട്ടോ? ഓക്കെ. എവിടെയാണ് പ്യുവർ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുക? കാഥോഡിൽ. കേട്ടില്ലേ? ഇമ്പ്യൂർ മെറ്റലിൽ നിന്ന് ആ മെറ്റൽ മാത്രം കോപ്പറാണെങ്കിൽ കോപ്പർ 2+ ആയി മാറിയിട്ട് ആ കോപ്പർ 2+ ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അടുത്ത സോൺ റിഫൈനിങ് ആണ്. സോൺ റിഫൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ മെറ്റൽ എന്ന് പറയാം. സോൺ റിഫൈനിങ് എന്താണ് ആ മെത്തേഡ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം. യെസ്. ആദ്യം എന്ത് വെച്ചാൽ ഒരു മെറ്റലിനെ ഒരു റോഡാക്കി മാറ്റും. അതിൻ്റെ റോഡ്. എന്നിട്ട് ഒരു സർക്കുലാർ ഹീറ്റർ ഉണ്ട്. ഇതൊരു സർക്കുലാർ ഹീറ്ററാണേ. ഈ സർക്കുലാർ ഹീറ്റർ കൊണ്ട് ഇതിനെ പല സോൺസായി ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് ഈ സോൺ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യിക്കും. ഈ സോൺ മെൽറ്റ് ചെയ്യിക്കും. അപ്പോൾ ഈ ഭാഗം ഇത്ര ഭാഗം മെൽറ്റായി കഴിഞ്ഞാൽ ഈ ഹീറ്റർ മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്യും. മനസ്സിലായോ? മെല്ലെ മൂവ് ചെയ്യുമ്പോൾ ഈ ഇമ്പ്യൂരിറ്റി ഇതിൻ്റെ കൂടെ അങ്ങ് മൂവ് ചെയ്യും. ഇതിൻ്റെ കൂടെ ഈ ഹീറ്റർ അടുത്ത സോണിലേക്ക് പോകുമ്പോൾ ഇത് നല്ല ചൂടായ മെൽറ്റ് ചെയ്ത സാധനം ഇത് മെൽറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇമ്പ്യൂരിറ്റി അന്നേരം സോൾഡിഫൈ ഇല്ല. ഈ ഇമ്പ്യൂരിറ്റി ഈ ഹീറ്റർ മൂവ് ചെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ അങ്ങ് മൂവ് ചെയ്യും. കണ്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ അന്നേരം ഈ ഹീറ്റർ ഈ സോണിൽ നിന്ന് ഈ സോണിലേക്ക് പോകില്ലേ? അന്നേരം ഈ സോണിലുള്ള മെറ്റൽ ക്രിസ്റ്റലൈസ് ചെയ്യും, സോൾഡിഫൈ. മനസ്സിലായോ? അങ്ങനെ ഈ ഹീറ്റർ ഈ ഓരോ സോണും നിന്നും ഓരോ സോൺ ബൈ സോണായിട്ട് ഹീറ്റർ മൂവ് ചെയ്യും. ഓരോ സോണിൽ നിന്നും ഇമ്പ്യൂരിറ്റി ആ ഹീറ്ററിൻ്റെ കൂടെ തന്നെ പോകും. അതിനനുസരിച്ച് ബാക്കി മെൽറ്റ് ചെയ്ത മെറ്റൽ ഹീറ്റർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? സോൾഡിഫൈ ചെയ്യും. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആ മെറ്റലിൻ്റെ കൂടെ തന്നെ ഏതിൻ്റെ കൂടെ? ഹീറ്ററിൻ്റെ കൂടെ മൂവ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ഇവിടെ വരെ എത്തും. എന്നിട്ട് ആദ്യം ഒന്നും കൂടെ ചെയ്താൽ ഇനിയും ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ വളരെ പ്യൂറായിട്ടുള്ള മെറ്റൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ
അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് പിന്നെ ജെർമേനിയം, സെമി കണ്ടക്ടറായ ജെർമേനിയം, പിന്നെ അതുപോലെ തന്നെ ഇത് ജെർമേനിയം, സിലിക്കൺ, പിന്നെ ബോറോൺ, പിന്നെ ഗാലിയം, ഇൻഡിയം. കേട്ടോ, ജെർമേനിയം, സിലിക്കൺ, ബോറോൺ, ഗാലിയം, ഇൻഡിയം. ഏതൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഏത് മെത്തേഡ് ഉപയോഗിച്ചാലോ? സോൺ റിഫൈനിങ് അല്ലേ? കേട്ടോ, ഏതൊക്കെയാണ്? ജെർമേനിയം, സിലിക്കൺ, ബോറോൺ, ഗാലിയം ആൻഡ് ഇൻഡിയം. പഠിച്ചില്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഞാൻ മെത്തേഡ് പറഞ്ഞില്ലേ? മെത്തേഡ് പറഞ്ഞത് നോക്കുക, പിന്നെ ഈ ഇതിൽ നോട്ടിൽ എഴുതി ക്ലിയറായി വായിച്ചാൽ മതി. ഓക്കെ, അടുത്ത വേപ്പർ ഫേസ് റിഫൈനിങ് ആണ്. വേപ്പർ ഫേസ് റിഫൈനിങ്ങിന് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, ഒരു മെറ്റലിനെ വോളട്ടൈൽ കോമ്പൗണ്ടാക്കി മാറ്റുക. അതേസമയത്ത് ആ ഇമ്പ്യൂരിറ്റീസ് ആ വോളട്ടൈൽ കോമ്പൗണ്ടായി മാറാൻ പാടില്ല. എന്നിട്ട് ആ വോളട്ടൈൽ കോമ്പൗണ്ട് കളക്ട് ചെയ്തിട്ട് അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ പ്യുവർ മെറ്റലായി മാറും. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ? പിന്നെ വേപ്പർ ഫേസ് റിഫൈനിങ്. അതിൽ 2 പ്രോസസ് ഉണ്ട്. ഒന്ന് മോൺസ് പ്രോസസ്സ്. ഒന്നെന്താ? മോൺസ് പ്രോസസ്സ്, MOND അപ്പോസ്ട്രോഫിയസ്, മോൺസ് പ്രോസസ്സ്. ഞാൻ എഴുതുന്നില്ല. മോൺസ് പ്രോസസ്സ് ചെയ്യുന്നത് വെച്ചാൽ നിക്കലാണ് മോൺസ് പ്രോസസ്സ് വഴി ഉണ്ടാക്കൽ. ഏതാണ് ഉണ്ടാക്കൽ? നിക്കൽ. ഈ നിക്കൽ കാർബൺ മോണോക്സൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ടെട്രാ കാർബോണൈൽ നിക്കൽ ഉണ്ടാവും. NiCO 4 ടൈംസ് ടെട്രാ കാർബോണൈൽ നിക്കൽ. നിങ്ങൾ ബാലൻസ് ചെയ്ത് വേണം എഴുതി പഠിച്ചോ. Ni+4CO gives NiCO 4 ടൈംസ്. ഇത് വോളട്ടൈലാണ്. എന്നിട്ട് ആ വോളട്ടൈൽ NiCO 4 ടൈംസ് അല്ലേ, അത് കളക്ട് ചെയ്തിട്ട് അത് ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ ഈ നിക്കലിൻ്റെ ഉള്ളിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഏതുമായി റിയാക്ട് ചെയ്യില്ല? കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ഈ നിക്കൽ NiCO 4 ടൈംസ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്താൽ ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ Ni+CO ആവും. മനസ്സിലായോ? ഇതാണ് മോൺസ് പ്രോസസ്സ്. മനസ്സിലായി? വേപ്പർ ഫേസ് പറയാൻ അത് വേപ്പറിലാക്കി മാറ്റില്ലേ? ക്ലിയർ? ഇമ്പ്യൂരിറ്റി വേപ്പറായി മാറില്ല. അതുപോലെ അപ്പോൾ നിക്കൽ പ്യൂരിഫൈ ഉപയോഗിക്കുന്ന നിക്കൽ റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്യൂരിഫൈ ചെയ്യാനും പറയാം, റിഫൈനിങ്ങും പറയാം കേട്ടോ. ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേരെന്താ? മോൺസ് പ്രോസസ്സ്. അതുപോലെ വാൻ ആർക്കൽ മെത്തേഡ് ഉണ്ട്. വാൻ ആർക്കൽ മെത്തേഡ് അതില്ലേ? വാൻ ആർക്കൽ മെത്തേഡ് നമ്മൾ വാൻ ആർക്കൽ മെത്തേഡിൽ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ടൈറ്റാനിയം അതുപോലെ തന്നെ സിർക്കോണിയം ഇങ്ങനെയുള്ള മെറ്റൽസ് ഉണ്ടാക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? വാൻ ആർക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. സിർക്കോണിയം അതുപോലെ ടൈറ്റാനിയത്തിൻ്റെ റിഫൈനിങ്ങിന്. അപ്പോൾ സിർക്കോണിയം അല്ലെങ്കിൽ ടൈറ്റാനിയം എന്ത് ചെയ്യും? അയോഡിൻ ചേർത്തിട്ട് ചൂടാക്കും. അപ്പോൾ അത് വോളട്ടൈലായ ടെട്രാ അയോഡൈഡായി മാറും. ടെട്രാ അയോഡൈഡ്. ആ ടെട്രാ അയോഡൈഡായി മാറുമ്പോൾ ടെട്രാ അയോഡൈഡ് കൂടുതൽ എല്ലാ അയോഡൈഡും മെറ്റൽ അയോഡൈഡ് കോവാലൻ്റാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ മെറ്റൽ അയോഡൈഡ് വോളട്ടൈൽ വേപ്പറായി മാറും. മെറ്റൽ അയോഡൈഡ് കോവാലൻ്റ് ആയതുകൊണ്ട് അത് വേപ്പറായി മാറും. എന്നിട്ട് പക്ഷേ അതേസമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇമ്പ്യൂരിറ്റീസ് ഏതുമായി റിയാക്ട് ചെയ്യുന്നില്ല? അയോഡിനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. എന്നിട്ട് ആ മെറ്റൽ അയോഡൈഡ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ മെറ്റൽ അയോഡൈഡ് ഡീകമ്പോസ് ചെയ്ത് അങ്ങനെയല്ല, ആ മെറ്റൽ അയോഡൈഡ് ടങ്സ്റ്റൺ അല്ലെങ്കിൽ ടെൻഡാലം ഫിലമെൻറ്റ്, ടങ്സ്റ്റൺ ടെക്സ്റ്റ് ബുക്കിൽ ടെൻഡാലം ഫിലമെൻറ്റിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആ ടങ്സ്റ്റൺ അല്ലെങ്കിൽ ടെൻഡാലം ഫിലമെൻറ്റിൽ വെച്ച് അത് ഡീകമ്പോസ് ചെയ്യും കേട്ടോ. എന്നിട്ടത് ആ മെറ്റൽ ആ ഫിലമെൻറ്റിൽ തങ്ങി നിൽക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താ ഇക്വേഷൻ? Ti+2I2 ഗീവ്സ് ചെയ്ത് TiI4. ഇത് വോളട്ടൈൽ അല്ലേ? ഇത് കൂടുതൽ കോവാലൻ്റ് ആണ്. മെറ്റൽ അയോഡൈഡ് ഇസ് മോർ കോവാലൻ്റ് കേട്ടോ. മെറ്റൽ കോവാലൻ്റ് ആണെന്ന് പറയാനാവില്ലോ, പക്ഷേ മെറ്റൽ അയോഡൈഡ് കോവാലൻ്റ് ആണ്. ആ TiI4 എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യുമ്പോൾ ടെൻഷൻ ഫിലമെൻറ്റ് അല്ലെങ്കിൽ ടെൻഡാലം ഫിലമെൻറ്റ് പ്ലസ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ ആ ഫിലമെൻറ്റിൽ ഏത് വരും? ആ ടൈറ്റാനിയം മെറ്റൽ കിട്ടും, അയോഡിൻ പുറത്തോട്ട് പോകും. മനസ്സിലായോ? ഇതാണ് ഏത് റിയാക്ഷൻ? വാൻ ആർക്കൽ മെത്തേഡ്. ഇനി ക്രോമാറ്റോഗ്രാഫി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്, ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ വർഷത്തെ ഇതിൽ ആവശ്യമില്ല. പിന്നെ അലൂമിനിയം, കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും അയണിൻ്റെയും കുറച്ച് ഉപയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 4 പാരഗ്രാഫ് അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ഉപയോഗങ്ങളല്ലേ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ മെറ്റലർജിയിൽ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ റിയാക്ഷൻസും ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് 2 പ്രാവശ്യം കേട്ടാൽ മതി, അത് തന്നെ അത് പഠിക്കാം. ഓക്കെ.